മുഖവുരകൾ പറയാതെ വേഗം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ പകലിൽ നമ്മുടെ ഹൃദ്യമായി സംസാരിക്കും. എനിക്ക് ഈ ഹോളിൽ ഇച്ചിരി കൂടെ വെട്ടമിടാം, കാണാൻ മേല. അല്ല, ഹോളിലെ വെട്ടം ഇട്ടാൽ മതി, അതവിടെ ഇരുന്നോട്ടോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. വേഗം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ പകലിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി സങ്കീർത്തനം 51:11 വാക്യം വായിക്കാം. സങ്കീർത്തനം 51:11. കിട്ടിയവർ വായിച്ചാട്ടെ. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. സദസ് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. ഒരിക്കൽ കൂടി ആ വാക്യം നമുക്കൊന്ന് പറയാം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. രാജാതി രാജാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. ആത്മമണ്ഡലത്തെ അവിടുന്ന് തുറക്കണമേ. ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. അവിടുത്തെ ദൂതന്മാരെ ഞങ്ങളുടെ നടുവിൽ ഇറക്കി നിർത്തണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഈ ജനത്തിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അസാധാരണമായ കാര്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ചെയ്യണമേ. ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകാനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ മറയുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങ് ഞങ്ങളുടെ നടുവിൽ അവിടുത്തെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ. അങ്ങത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് മസ്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയ പാസ്റ്റർ സനിലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെയും കുടുംബമായി അനുഗ്രഹിക്കട്ടെ. വേഗം ഈ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ദൈവവചനം കേൾക്കാനും വചനത്തോട് പ്രതികരിക്കാനും ശ്രദ്ധയോടെ അതിനെ ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ ഇടപെടലുകളോട് ആത്മാവിൽ പ്രതികരിക്കാനും ദൈവം നമ്മോട് കരുണ ചെയ്യുമാറാകട്ടെ. 51 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സവിശേഷ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ സവിശേഷ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്, ഇസ്രായേലിൻ്റെ മധുരഗായകനെന്ന്, എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പെട്ടെന്നൊരു ദിവസം സംഭവിച്ച ഒരു പരാജയം, ആ പരാജയത്തിൻ്റെ മുൻപിൽ ദൈവഹൃദയത്തിലുണ്ടായ കാർക്കശ്യ മനോഭാവം, ആ മനോഭാവത്തിൻ്റെ അകത്ത്, ദൈവഹൃദയത്തിനകത്ത് ദൈവം പ്ലാൻ ചെയ്ത ന്യായവിധിയുടെ വിവിധ മേഖലകൾ, ആ ന്യായവിധിയുടെ വെളിപ്പാട് സംഭവിക്കുന്നതിന് മുൻപ് ന്യായവിധിയെ അറിയിക്കാൻ നാഥാൻ അടുക്കലെത്തുന്നത്, ദൈവഹൃദയത്തിനകത്ത് എത്രത്തോളം കാർക്കശ്യ മനോഭാവത്തോടുകൂടെ ന്യായവിധി ദൈവഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടോ അതേ ആത്മാവിൽ ആ ന്യായവിധിയെ മറകൂടാതെ വിളിച്ചു പറഞ്ഞ നാഥാൻ പ്രവാചകൻ. ഈ നാഥാൻ പ്രവാചകന്റെ മുൻപിൽ ന്യായവിധി കേട്ട് കഴിഞ്ഞപ്പോൾ തകർക്കപ്പെട്ടു വരും മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവമുമ്പാകെ സാഷ്ടാംഗം വീണ് നടത്തുന്ന ഒരു പ്രാർത്ഥന, പാപക്ഷമയ്ക്കായിട്ടുള്ള നിലവിളി. ഇതാണ് 51 സങ്കീർത്തനത്തിൻ്റെ ആ പശ്ചാത്തലം. ഈ സങ്കീർത്തനത്തെ അല്പം കാര്യമായി നമ്മൾ വിശകലനം ചെയ്താൽ ദാവീദ് തൻ്റെ പാപത്തെ വിവരിക്കുന്ന പദങ്ങളുണ്ട്. അതിൻ്റെ ക്ഷമയ്ക്കായി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. തന്നെ കഴുകാനായി ദൈവമുമ്പാകെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ അർത്ഥവത്തായ
അതിശക്തമായ ഒരു സന്ദേശഭാഗം. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വേഗം വരാൻ പോവുകയാണ്. ദാവീദ് തൻ്റെ പാപത്തെ 3 പദങ്ങൾ കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. 1 ലംഘനം, 2 അകൃത്യം, 3 പാപം. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം, എൻ്റെ അകൃത്യത്തെ പോക്കണം, എൻ്റെ പാപത്തെ നീക്കി എന്നെ വെടിപ്പാക്കണം. അവിടെ ലംഘനം എന്ന പദത്തിന്, അകൃത്യം എന്ന പദത്തിന്, പാപം എന്ന പദത്തിന് വളരെ വിപുലമായ അർത്ഥങ്ങളുണ്ട്. നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അകൃത്യം എന്നുള്ളതിൻ്റെ മീനിങ് മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ചായിരുന്നു. അധർമ്മം, അധാർമികത, ഇതെല്ലാം അവയുടെ അർത്ഥങ്ങളാണ്. അപ്പം തൻ്റെ പാപത്തിൻ്റെ ആ തീവ്രത വെളിപ്പെടുത്തുന്ന പദങ്ങൾ ലംഘനം, അകൃത്യം, പാപം. ഇതിന് ഒരു സ്വാഭാവിക ഇസ്രയേല്യൻ്റെ ബോധ്യത്തിനകത്ത് നിന്ന് പാപക്ഷമയ്ക്കായി ദൈവം മുമ്പാകെ നടത്തുന്ന ആ നിലവിളി, ശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യത തന്നിൽ നിന്ന് പോയി. സ്തോത്രം, ആമേൻ. രണ്ടാമത്, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു, എന്നെ കഴുകുക. മൂന്നാമത്തെ കാര്യം ദാവീദ് പറയുന്നത്, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖത്തെ മറയ്ക്കണം. ആമേൻ. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത 4 കാര്യങ്ങൾ ദാവീദ് ദൈവമുമ്പാകെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ഒരു ആത്മാവും അങ്ങനെയൊക്കെ നൽകണം. രണ്ടാമത്തെ കാര്യം, അതാണ് നമ്മൾ വായിച്ചത്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. 3, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. 4-മത്തെ കാര്യം, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഇതിലെ ഓരോ ഭാഗങ്ങളും സമയമെടുത്ത് വിശകലനം ചെയ്ത് ഗ്രഹിക്കേണ്ടുന്ന വാക്കുകളാണ്. കേവലം ഒരു പ്രാർത്ഥനയുടെ പ്രഹസനമല്ല. കാപട്യത മറച്ചു പിടിച്ചിട്ട് ആത്മീകതയുടെ മുഖാവരണം അണിഞ്ഞ് ഒരു മനുഷ്യൻ നടത്തിയ എന്തെങ്കിലും ഒരു ജൽപ്പനമല്ല. ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ദൈവം മുമ്പാകെ താൻ നടത്തിയ ഹൃദയപൂർവമായ ഇടപെടലിൽ നിന്ന് ഉണ്ടായി വരുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ പദങ്ങൾ. അതിലൊരു പദമാണ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എല്ലാവരും കൂടെ പദം ഒന്ന് പറഞ്ഞേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഒന്നുകൂടെ പറഞ്ഞേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. മൗനമാകാതെ എല്ലാവരും കൂടെ പറഞ്ഞേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഈ സന്നിധി 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 എന്നൊക്കെ പറയുമ്പോൾ എന്താ ഈ സന്നിധി? എന്താ ഈ സന്നിധി? നമുക്കത്ര ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു പദം പോലെ വരാം. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ക്ലിയറാണ്. സാന്നിധ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്, പ്രസൻസ്. അപ്പം നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതെന്ന് പറഞ്ഞാൽ നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ആമേൻ. എബ്രായ ഭാഷയിൽ പനീം എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പനീം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രസൻസ് എന്നാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ദാവീദ് പറയുന്നത്, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഈ സാന്നിധ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പനീം എന്ന പദം കൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ, ക്ലോസ് ആൻഡ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ലോർഡ് എന്നാണ് പറയാൻ കഴിയുന്നത്. ക്ലോസ് ആൻഡ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ലോർഡ്, ദൈവവുമായിട്ട് നടത്തുന്ന ക്ലോസ് ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള
ഒരു എൻകൗണ്ടർ. അതാണ് സാന്നിധ്യം. ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മൾ സാന്നിധ്യം എന്ന് വിലയിരുത്തുന്നത് വേറെ എന്തൊക്കെയോ. സ്തോത്രം. ഇതിനു മുമ്പ് ഞാൻ നെന്മാറ വന്നിട്ടുണ്ട്. അന്ന് ഈ ചർച്ചിൻ്റെ സംവിധാനം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുറച്ച് ചൂടൊക്കെയുള്ള ഒരന്തരീക്ഷമായിരുന്നു. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം ജിപ്സം ബോർഡൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി AC ഒക്കെ സെറ്റ് ചെയ്ത്. ഇത് AC ആക്കി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്ത് കാണുമെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. എന്നാലും അത് വളരെ വൈസായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇതിനകത്തോട്ട് കയറും വരെ ഒരു കുളിർമയൊക്കെ ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇതിനകത്ത്. കീബോർഡും താളവും മേളവും ഒക്കെ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വൈകാരിക ഇളക്കമാണോ സാന്നിധ്യം? നമ്മളിങ്ങനെയുള്ള ഏതാണ്ടിനെയൊക്കെയല്ലേ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്താ സാന്നിധ്യം? ഞാനിങ്ങനെ ഒന്ന് കൈ ഉയർത്തുന്നതോ, നിന്നയിടത്ത് നിന്ന് ചാടുന്നതോ, എന്ത് ഉള്ളത് പറഞ്ഞാൽ സാന്നിധ്യം വന്നാൽ സാന്നിധ്യമാണെന്ന് നമുക്കറിയത്തില്ല. സാന്നിധ്യം പോയാൽ സാന്നിധ്യം പോയെന്നും നമുക്കറിയത്തില്ല. അതിൻ്റെ കാരണം റിയൽ സാന്നിധ്യത്തെ നമുക്കറിയാൻ മേല എന്നുള്ളതാണ്. ഇവിടെ ദൈവ സാന്നിധ്യത്തെ അറിയുന്നവന് മാത്രമേ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റൂ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളരുത്. സാന്നിധ്യം എന്താണെന്ന് അറിയണം. അറിഞ്ഞാലേ അത് പറയാൻ പറ്റൂ. ദാവീദ് ഒരു ചോദ്യം, നിങ്ങൾക്ക് സാന്നിധ്യത്തെ അറിയാവോ? അറിയാം. എങ്ങനെ അറിയാം? ദാവീദ് പറയുന്നത്, ഒരിക്കലൊരു സിംഹം എൻ്റെ നേരെ വന്നായിരുന്നു, ഞാൻ അതിനെ കൊന്നുകളഞ്ഞു. ഒരിക്കലൊരു കരടി എൻ്റെ നേരെ വന്നായിരുന്നു, ഞാൻ അതിനെ കീറിക്കളഞ്ഞു. ദാവീദേ, സിംഹത്തെ കൊല്ലാൻ നിന്റെ അസ്ഥിയുടെ ബലമായിരുന്നോ കാരണം? ദാവീദ് പറയല്ല, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യമാണ്. കരടിയെ കീറാൻ നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യമാണോ നിന്നെ സഹായിച്ചത്? ദാവീദ് പറയല്ല, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യ. ഗോലിയാത്തിന്റെ നേരെ നീ ചെന്നപ്പോ തോട്ടിൽ നിന്ന് 5 കല്ലെടുത്തില്ലേ? ഈ 5 കല്ലിൽ 1 ഗോലിയാത്തിന്റെ നെറ്റിക്ക് നേരെ നീ എറിഞ്ഞില്ലേ? അത് ചെന്ന് നെറ്റിക്ക് കൊണ്ടപ്പോ ഗോലിയാത്ത് താഴേക്ക് വീണില്ലേ? ആ താഴേക്ക് വീഴാൻ കാരണം നിന്റെ കല്ലിൻ്റെ അകത്തെ ആയമാണോ? ദാവീദ് പറയും അല്ല, ആ കല്ലിനകത്ത് വ്യാപരിച്ച ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. കാട്ടിക്കിടന്ന എന്നെ അവിടെ നിന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് വിളിച്ച് അഭിഷേകം ചെയ്ത് ശക്തനായ ഒരു രാജാവിരുന്ന സിംഹാസനത്തിൻ്റെ അകത്ത് നിന്ന് അവനെ വലിച്ച് താഴെ ഇറക്കി എന്നെ ഇരുത്തിയത് എൻ്റെ അപ്പൻ്റെ തന്ത്രമല്ല, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൻ്റെ കട്ടി കുറഞ്ഞു. ആ സാന്നിധ്യത്തിൻ്റെ അളവിപ്പോൾ ഇല്ല. ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ കാരണം നാഥാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എല്ലാവരും ഉണ്ടെന്ന് കരുതുന്നു. ഇന്ന് പകലിൽ നിങ്ങളിൽ ആരംഭിച്ച ദൈവപ്രവൃത്തിയുടെ മൂർച്ച കുറഞ്ഞു പോകാം. നിങ്ങളിൽ ഉണ്ടായിരുന്ന ശുശ്രൂഷയുടെ മൂർച്ചയ്ക്ക് കുറവ് വന്നോ? നിങ്ങളുടെ ആരാധനയുടെ മൂർച്ചയ്ക്ക് കുറവ് വന്നോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ തീവ്രതയ്ക്ക് കുറവ് വന്നോ? നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിൻ്റെ അളവുകൾക്ക് കുറവ് വന്നോ? നിങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടുകൾക്ക് കുറവ് വന്നോ? നിങ്ങളുടെ ആത്മഭാരത്തിന് കുറവ് വന്നോ? നിശ്ചയം നിങ്ങളിൽ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് ഒരു മേഘം മാറിപ്പോകുന്നത് പോലെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദാവീദിൻ്റെ പ്രാർത്ഥന മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ സദസ്സിലിരിക്കുന്ന കർത്തൃദാസന്മാർ ഉൾപ്പെടെയുള്ള ഈ ഭൂരിപക്ഷ സമൂഹം ഇന്ന് പകലിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ഒറ്റ പ്രാർത്ഥനയാണ്, എൻ്റെ ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. ഓ ജീസസ്. ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവ മഹത്വത്തിലേക്ക്,
ദൈവകൃപയിലേക്ക് ഈ പകലിൽ മടങ്ങി വരാനുള്ള, ആമേൻ, അതിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെടാനുള്ള ഒരസാധാരണമായ ആവേശവും ഉറച്ച നിലവിളിയും കണ്ണുനീരും ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന സമസ്ത മനുഷ്യരുടെയും അകത്ത് വ്യാപരിക്കുമാറാകട്ടെ. ചില സീസണുകളിൽ ഉണ്ടായി വരുന്ന സംവിധാനങ്ങൾ പോലെ സീസണലായ ഒരാത്മീകതയുടെ അപ്പുറത്ത് എനിക്ക് എല്ലായ്പ്പോഴും ജീവിക്കുവാൻ എന്നിലെ പ്രാണവായു ഒരാവശ്യമാണെന്നതുപോലെ ദൈവ സാന്നിധ്യം എനിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ കട്ടി കുറയുന്ന ദിവസങ്ങൾ എന്നിൽ ഉണ്ടാകരുതെന്ന് പറയാൻ, ഇതിൻ്റെ കട്ടി കുറയുന്ന സമയങ്ങൾ എന്നിൽ ഉണ്ടാകരുതെന്ന് പറയാൻ ഈ പകലിൽ നമ്മുടെ അധരത്തിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരട്ടെ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മൗനമായിരിക്കാതെ ആത്മാവിൽ ഈ വചനത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ചൂടാബാരാബാല ഹത്തനാദരാദല ശന്തൽ ജനാദല റഗതമനഘടകദല ഔറാബാശന്ധന. ഹല്ലേലൂയ. പ്രിയരെ, അവിടെ നിന്റെ സന്നിധി എന്ന് പറഞ്ഞാൽ സാന്നിധ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ തള്ളിക്കളയരുത് എന്ന് പറയുമ്പോൾ അവിടെ ഷാലഖ് എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാലഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എറിഞ്ഞുകളയരുതെന്നാണ്. എറിഞ്ഞുകളയരുത്. സ്തോത്രം. എറിഞ്ഞുകളയരുത്. ഇതിന് തത്തുല്യമായ ഒരു വാക്യം, സ്തോത്രം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ്. പെൺകുഞ്ഞുങ്ങളെയൊക്കെയും ജീവനോടെ രക്ഷിക്കുവാനും ആൺകുഞ്ഞുങ്ങളെയൊക്കെയും നൈൽ നദിയിൽ ഇട്ടുകളവാനും ഫറവോൻ അവർക്ക് കൽപ്പന കൊടുത്തു. അവിടെ ഇട്ടുകളയുക എന്നുള്ളതിന് എറിഞ്ഞു കളയുക എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷാലഖ്, എറിഞ്ഞു കളയുക. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുക, ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് എറിഞ്ഞു കളയുക. ഇതേ പദമാണ് ദാവീദ് ഇപ്പോൾ പറയുന്നത്. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ, കമോൺ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിഞ്ഞുകൾ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ. ഒരുമിച്ച് പറ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിഞ്ഞു കളയരുത്. എല്ലാവരും പറഞ്ഞില്ല, എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിഞ്ഞു കളയരുത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞേ, അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നത് ആരാ? ദാവീദ്. ദാവീദ് ആരാ? യേശുവിൻ്റെ അപ്പച്ചൻ. യേശുവിൻ്റെ അപ്പച്ചൻ അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. യേശുവിൻ്റെ അപ്പച്ചനാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദാവീദിനെ എവിടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്? അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 തലമുറ. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 തലമുറ. നോക്കിക്കേ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ദാവീദിന്റെ സിംഹാസനം ചത്ത് കഴിഞ്ഞപ്പം മാറിയതില്ല. ദാവീദിന്റെ സിംഹാസനം സ്ഥിരമാണ്. അതിലിരിക്കാൻ സ്ഥിരമായ ഒരു രാജാവ്. ആമേൻ. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പണിയുന്ന ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുള. ആമേൻ. ഹല്ലേലൂയ. ഏതെല്ലാം പദവികളുണ്ട് ഈ മനുഷ്യന്? ദൈവിക പദ്ധതിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്താ? നമ്മളെയൊക്കെ പോലെ സെക്രട്ടറി ആയതോ കമ്മിറ്റി അംഗമായതോ ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം. വമ്പൻ സ്ഥാനം. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഈ പകലിൽ ദാവീദിൻ്റെ ദൈവപദ്ധതിയിലെ സ്ഥാനത്തിൻ്റെ അത്രയും വലിയ സ്ഥാനമുള്ള ആരുമില്ല. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. നമുക്കൊക്കെ പറയാനുള്ളത് തോമസ് ലീഗയുടെ പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ടാ. ദാവീദിന് പറയാനാണെങ്കിൽ മുന്നോട്ടും പറയാനുണ്ട്, പിന്നോട്ടും പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിത്യത വരെ പറയാനുണ്ട് ദാവീദിന്. സ്തോത്രം. എന്നിട്ടും ഈ മനുഷ്യൻ പറയുക, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അപ്പൊ തള്ളിക്കളയുമോ പാസ്റ്ററേ? ഈ സാന്നിധ്യത്തിൽ നിന്ന് എറിയോ പാസ്റ്ററേ? എറിയും.
വമ്പൻ പുള്ളികളെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. വമ്പൻ പുള്ളികളെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അതിനെ രണ്ട് വിധത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? ഈ വെട്ടം ഇങ്ങനെ ഉള്ളത് കൊണ്ട് സ്തോത്രം, നിങ്ങളുടെ മുഖം എനിക്ക് നന്നായി കാണാൻ പറ്റുന്നില്ല. വൈകിട്ട് അവർ വെട്ടം രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്യും. എന്നാലേ നിങ്ങളുടെ മുഖം കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ, ഐ കോണ്ടാക്റ്റ് ഒരു വലിയ കാര്യമാണ്. സ്തോത്രം. ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ഉണ്ടാകുകയില്ല. അപ്പം നിങ്ങൾ പലരും മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്തോത്രം അത് കാണാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വൈകിട്ടത് അറേഞ്ച് ചെയ്യുമെന്ന് ഞാൻ കരുതുക. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. ഓ മൈ ഗാഡ്. അപ്പോൾ സാന്നിധ്യത്തിൽ നിന്ന് എറിഞ്ഞു കളയുമോ? കളയും. വമ്പൻ പുള്ളികളെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ദൈവം. വമ്പൻ പാർട്ടികൾ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. അതിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. ഒന്ന് ആദാമ്യ പൂർവ്വലോകം, രണ്ട് ആദാമ്യ ലോകം. ആദാമ്യ പൂർവ്വലോകത്തിലെ വമ്പൻ പുള്ളികളെ തമ്പുരാൻ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അസാധാരണമായ നിലയിൽ വിരാജിച്ചിരുന്ന വമ്പൻ പുള്ളികൾ എറിയപ്പെട്ടു. ആമേൻ. ആദാമ്യ ലോകത്തിലോ ഇത് തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ആദാമ്യ പൂർവ്വലോകം എന്ന് പറയുമ്പോൾ ആദാം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പൂർവ്വകാല നിത്യതയിൽ സംഭവിച്ച കാര്യം, അതിൽ പ്രധാനപ്പെട്ട ആളാണ് ലൂസിഫർ. അതിനെ സംബന്ധമായിട്ട് വായിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. അതിൻ്റെ കൃത്യമായൊരു വിവരണത്തിലേക്ക് നമ്മൾ വരാൻ പോകുക. യെഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കി. യെഹെസ്കേൽ 28:14. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. നീ ആരാണ്? എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, നീ ആരാണ്? ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്റെ ഇരിപ്പെവിടാ? നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അടുത്തത്, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. ഓഹാ, ചെറിയ ആളാണോ? ഇത്രയും ക്വാളിറ്റി പറയാൻ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? ഇല്ലല്ലോ. പേര് കെരൂബ്. ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ്. ചിറക് വിടർത്തി എന്ന് പറയുമ്പോൾ ചിറക് വിടർത്തുമ്പോൾ സപ്തസ്വരങ്ങൾ പുറപ്പെടത്തക്ക വിധത്തിൽ ദൈവീക സംഗീത വിഭാഗത്തിന്റെ തലവൻ കെരൂബ്. ഇരിപ്പ് വിശുദ്ധ ദേവപർവ്വതത്തിൽ, നെന്മാറ IPC ചർച്ചിലല്ല, വിശുദ്ധ ദേവപർവ്വതത്തിൽ. സഞ്ചാരം ഇന്നോവയിലും ഓഡിയിലും ബെൻസിലും ഒന്നുമല്ല, അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. ഭയങ്കര പൊസിഷനാണ്. ആമേൻ. ദൂതസഞ്ചയത്തിൽ ആർക്കെങ്കിലും അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം. പക്ഷേ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിന്നിൽ നീതികേട് കണ്ടതുവരെ, നിന്നെ സൃഷ്ടിച്ച നാള് മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ ഇതെല്ലാമായിരുന്നു. പേര് കെരൂബ്. ഇരിപ്പ് വിശുദ്ധ ദേവപർവ്വതത്തിൽ. സഞ്ചാരം അഗ്നിമയ രഥങ്ങളുടെ മധ്യേ. ഇപ്പൊ എന്താ സംഭവിച്ചേ? നിന്നിൽ നീതികേട് കണ്ടു. അതിന്റെ പരിണിത ഫലം എന്താ? യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. സ്തോത്രം. ഇരിപ്പെവിടെ? ഒരുമിച്ച് പറ, ഇരിപ്പെവിടെ? വിശുദ്ധ ദേവപർവ്വതത്തിൽ. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനും ശുദ്ധമായ ഭാഷ ഉപയോഗിക്കാനും എനിക്കറിയത്തില്ല. നിങ്ങളെ പലരും മൗനമായിരിക്കുക, ഒന്ന് പ്രതികരിച്ചോ, അതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. ഇരിപ്പെവിടാ? ദേവപർവ്വതത്തിൽ. സഞ്ചാരം എവിടാ? പേരെന്തുവാ? കെരൂബ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? വെട്ടേറ്റ് നിലത്ത് വീണു. എന്താ കാരണം? നീതികേട് സംഭവിച്ചു. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. ഇനിയിപ്പം നിന്റെ ഭാവി എന്താ? നിനക്കൊരു റെസ്റ്റോറേഷൻ ഇല്ല. നിനക്ക് വേണ്ടി ഒരു നിത്യ ദണ്ഡനം ഒരുക്കി വെച്ചിരിക്കുക. നിനക്ക് മാത്രമല്ല, നിന്റെ പിന്നാലെ നടന്ന സകല പുള്ളികൾക്കും ഒരുക്കി വെച്ചേക്കുക. സ്തോത്രം. അപ്പൊ വമ്പൻ പാർട്ടിയെ തമ്പുരാൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. അതിൽ രണ്ടാമത്തെ കൂട്ടമാണ് യൂദയുടെ ലേഖനം 6-ാം വാക്യത്തിൽ കാണുന്നവർ. രണ്ടാമത്തെ കൂട്ടം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തള്ളപ്പെട്ടവർ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. ഓ, ആരെ? ദൂതന്മാരെ. ദൂതന്മാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉള്ളതുപോലെ വംശവർദ്ധനമുള്ളവരല്ല, പ്രത്യുൽപാദനം സംഭവിക്കുന്നവരല്ല. മത്തായി സുവിശേഷത്തിൽ പുനരുത്ഥാന പുത്രന്മാരെ പറ്റി കർത്താവ് പറയുന്ന, അവർ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ല, അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൂതന്മാരെ പോലെയാകുന്നു. അപ്പൊ ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. അപ്പൊ ദൂതന്മാരുണ്ടായെങ്കിൽ എപ്പോഴായിരിക്കും ഉണ്ടായത്? ദൈവം അവരെ സൃഷ്ടിച്ച നാളിൽ. കെരൂബിനെ പറ്റി നമ്മൾ വായിച്ചില്ലേ? നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ. അപ്പം കെരൂബ് ഉൾപ്പെടെയുള്ള സെറാഫുകൾ ഉൾപ്പെടെയുള്ള ദൈവത്തിൻ്റെ സകല ദൂത സഞ്ചയത്തെയും ദൈവം സൃഷ്ടിച്ച ഒരു നാളുണ്ടായിരുന്നു. സ്തോത്രം. എന്നാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വ്യവസ്ഥയിൽ ആദ്യത്തെ സൃഷ്ടി ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ആമേൻ. അന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എത്ര ദൂതന്മാരുണ്ടോ അത്രയും ദൂതന്മാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നീട് അവർ വംശവർദ്ധനമുണ്ടായി വന്നവരല്ല, അവരെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്നൊരൊറ്റ ഉച്ചാരണം കൊണ്ട് ഉണ്ടാക്കിയതുപോലെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ഹെവൻസ് ആൻഡ് എർത്ത്. ആമേൻ. ആകാശം അർത്ഥാൽ സ്വർഗം, സ്വർഗങ്ങൾ ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ചത്, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതേ വിധത്തിൽ ദൂതന്മാരെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, അതേ ഉച്ചാരണത്തിൽ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരെ സൃഷ്ടിച്ച ദിവസം അവരിൽ എത്ര പേരുണ്ടായിരുന്നോ അത്രയും പേരാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ആ സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ദൂതന്മാർ ഇവിടെ എന്താ സംഭവിച്ചത്? അവരുടെ വാഴ്ച അവർ കാത്തില്ല. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇരിക്കുന്ന അവരുടെ പൊസിഷൻ അവർ കീപ്പ് ചെയ്തില്ലെന്നാ. എല്ലാവരും ഉണ്ടോ? അവരുടെ പൊസിഷൻ അവർ കീപ്പ് ചെയ്തില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴെ സൂക്ഷിച്ചിരിക്കുക. എവിടെ? ഒരുമിച്ച് പറ. ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. അന്ധകാരത്തിന്റെ കീഴെ സൂക്ഷിച്ചിരിക്കുക. ഈ അന്ധകാരത്തിന്റെ കീഴ് എന്ന് പറയുമ്പോൾ അതെവിടെയായിരിക്കും എന്ന് ചിന്തിക്കുന്നത് അല്പം കൂടെ നല്ലതാ. അതിന് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. രണ്ട് പത്രോസ് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2-ാം അധ്യായം 4-ാം വാക്യം. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, മൈക്കിനോട് മോണിറ്റർ കൊടുത്താൽ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. യൂദ പറഞ്ഞത് എന്താ? വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പൊ പത്രോസ് എന്താ പറയുന്നത്? ആ അന്ധകാരത്തിന് കീഴ് എന്നുള്ളതിന് കുറച്ചുകൂടെ വ്യക്തതയേറിയ ഒരു ഭാഷ അവിടെ വന്നു. സ്തോത്രം. എവിടെയാക്കി? നരകത്തിലാക്കി ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ യൂദ പറഞ്ഞത് എന്താ? അന്ധകാരത്തിൽ. പറ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെയാ പറഞ്ഞു തരുന്നത്? സ്തോത്രം. യൂദ പറഞ്ഞത് എന്താ? പറ മക്കളെ, അന്ധകാരത്തിന്റെ കീഴെ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ എന്താ? അപ്പൊ അന്ധകാരത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നരകത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുക, നരകത്തിൽ സൂക്ഷിച്ചിരിക്കുക, നരകത്തിലാക്കി. ഇനിയിപ്പോ എന്താ പ്രതീക്ഷ?
ന്യായവിധി. എന്താ കാരണം? വാഴ്ച കാത്തില്ല. എവിടെ ഇരിക്കേണ്ടവരാ? സ്വർഗത്തിൽ ഇരിക്കേണ്ടവരാ. പക്ഷെ എന്തു പറ്റി? വാഴ്ച കാത്തില്ല. വാഴ്ച കാക്കാത്തവനെ ദൈവം എന്ത് ചെയ്തു? എന്നേക്കുമുള്ള ചങ്ങലയിട്ട്, ഒരിക്കലും വിടുവിക്കപ്പെടാത്ത ടൈപ്പ് ചങ്ങലയിട്ട് ബന്ധിച്ച് അവനെ ഇപ്പം നരകത്തിലാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്റെ സ്ഥാനം എന്തായിരുന്നു? നിന്റെ പൊസിഷൻ എന്തായിരുന്നു? നിന്റെ ലെവൽ എന്തായിരുന്നു? നിന്റെ നില എന്തായിരുന്നു? മൈ ഗാഡ്. കെരൂബേ, നിന്റെ ഇരിപ്പ് വിശുദ്ധ ദേവപ്രഭതത്തിലല്ലേ? നീ സഞ്ചരിച്ചത് അഗ്നിമയ രഥങ്ങളുടെ നടുവിലല്ലായിരുന്നു? ഇപ്പൊ എന്താ സംഭവിച്ചത്? രണ്ട് പദങ്ങൾ പിശാചിനെ സംബന്ധമായിട്ട് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. മത്തായി 25:41. അപ്പോൾ തന്നെ വെളിപ്പാട് 20:10. 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എന്താഗ്നി? നിത്യാഗ്നി. എവിടെ ആയിരുന്നു ഇരുന്നേ? എവിടെ ആയിരുന്നു ഇരുന്നേ? വിശുദ്ധ പർവ്വതത്തിൽ. സഞ്ചാരം എവിടാ? ഇനിയിപ്പോൾ ഉള്ള ഭാവി എന്തുവാ? നിത്യാഗ്നി. സ്തോത്രം. പിശാചിന് മാത്രമല്ല, അവന്റെ കൂടെ വാഴ്ച കാത്തുകൊള്ളാതെ പോയ സകല പുള്ളികൾക്ക് ഇതാണ് സ്ഥിതി. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20:10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കിലേക്ക് തള്ളിയിടും. പിശാചിനെ, നിങ്ങളെ പേരിന്റെ മാറ്റം തന്നെ ശ്രദ്ധിച്ച്. പേര് നേരത്തെ കെരൂബ്, ഇപ്പൊ പേര് മാറി പിശാച്. ഇരിപ്പ് നേരത്തെ വിശുദ്ധ ദേവപ്രഭതത്തിൽ, സഞ്ചാരം അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ. ഇപ്പോ പേര് മാറി പിശാച്. ഇനിയും ഗന്ധകത്തീപ്പൊയ്കയിൽ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. അപ്പൊ ആദാമ്യ പൂർവ്വ ലോകത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് വിരാജിച്ചിരുന്ന ആ ദൂതവൃന്ദത്തെ ആദരിക്കാതെ ദൈവം നീതികേട് കണ്ടതുമൂലം തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. അത് നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ വിഷയത്തെ മനസ്സിലാക്കാൻ, അതിൻ്റെ ഗൗരവത്തിൽ അതിനെ തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് ആദാമ്യ ലോകത്തിന് എന്ത് പറ്റിയെന്ന്. ആദാമ്യ ലോകത്തിന് നമുക്കറിയാം, ആദാമ്യ ലോകം എന്ന് പറയുമ്പോൾ ആ നിഷ്പാപ അവസ്ഥയിൽ ആദാമും ദൈവവുമായിട്ടുണ്ടായിരുന്ന കൂട്ടായ്മയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദൈവവുമായിട്ടുണ്ടായിരുന്ന കൂട്ടായ്മ. മക്കളോടുകൂടെ അപ്പൻ നടക്കാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് കൊച്ചുമക്കളുടെ കൂടെ നടക്കാനാണ്. ഹലോ, എത്ര മണിക്കൂർ വേണമെങ്കിലും കൊച്ചുമോനും അപ്പച്ചനും കൂടെ വർത്താനം പറയും. സ്തോത്രം. ഹലോ, സ്തോത്രം. മോൻ വയറ്റത്ത് കയറി ചവിട്ടി നെഞ്ചത്തൂടെ കയറി ഇരുന്ന് സ്തോത്രം ബഹളം ഉണ്ടാക്കിയാൽ അന്ന് അവനെ അടിച്ച് ഇടപാട് തീർക്കും. പക്ഷെ കൊച്ചുമോനാണെങ്കിൽ അപ്പച്ചനങ്ങ് ഇഷ്ടമാണ്. കൊച്ചുമോനും അപ്പച്ചനും കൂടെ ഒന്നിച്ച് നടക്കുന്നത് പോലെ ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോൾ പതിവ് പോലെ ദൈവം ഇറങ്ങി വരും. ആദമും ഹവ്വയും ഒരുമിച്ച് നടക്കുകയാണ്. എത്ര നാളുകൾ നമുക്കറിയത്തില്ല. കൃത്യമായ കാലക്കണക്കുകൾ ഊഹിക്കാനോ ബൈബിൾ പറഞ്ഞതായിട്ടില്ല, ഊഹിക്കാനും കഴിയത്തില്ല. എത്ര കാലങ്ങളെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതൊരു പതിവായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആമേൻ. എന്നാൽ ഒരിക്കൽ സാത്താൻ അവരെ വഞ്ചിച്ചു. സ്തോത്രം. ചിലത് പറഞ്ഞു, കണ്ടു, കേട്ടു, തകർന്നുപോയി, വീണുപോയി. ആ മനുഷ്യനെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിന്ന് ദൈവം നീക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കുകയാണ്. ദൈവം പുറത്താക്കി സ്തോത്രം അങ്ങ് ഇറക്കി വിടുകയല്ല, ഇടയ്ക്കൊക്കെ കയറി വരാൻ പറ്റുന്ന ഒരു പരുവത്തിൽ അവനെ ആക്കി വെക്കുകയായിരുന്നില്ല. ചുറ്റിത്തിരിയുന്ന വാളുമായി തൻ്റെ ദൂതനെ അതിൻ്റെ കവാടത്തിൽ ദൈവം നിർത്തുകയാണ്. എന്താ കർത്താവേ അതിൻ്റെ കാരണം? അവിടെ കർത്താവ് പറയുന്നത്, അവൻ ഇനിയും ജീവവൃക്ഷത്തിൻ്റെ ബലം കൂടെ കൈനീട്ടി പറിച്ച് തിന്നിട്ട് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് അവനെ തോട്ടത്തിൽ നിന്ന്
പുറത്താക്കുക. ഓ മൈ ഗാഡ്, സ്തോത്രം. അപ്പോൾ ആദാമ്യ ലോകത്തിന് ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്ന് നീക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയം നീക്കമുണ്ട്, നിശ്ചയം നീക്കമുണ്ട്. പാപത്തിൻ്റെ ആ ബാഹുല്യം വെളിപ്പെടുന്ന ഇടത്ത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം എറിഞ്ഞു കളഞ്ഞിരിക്കും. മനസ്സിലാകുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പാപം വ്യാപരിക്കുന്ന ഇടത്ത്, അധാർമികത വ്യാപരിക്കുന്ന ഇടത്ത്, മ്ലേച്ഛത വ്യാപരിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയില്ല. ഞാൻ ആ ഭാഗത്ത് നിന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാം. സഭ എന്ന് പറയുമ്പോൾ, സഭ എന്ന് പറയുമ്പോൾ ഇത് IPCയുടെ സോണൽ മീറ്റിംഗ് ആണ്. സഭ എന്ന് പറയുമ്പോൾ IPC ആണോ സഭ? IPC അല്ല സഭ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്. ചർച്ച് ഓഫ് ഗോഡ് ആണ് സഭ. ചർച്ച് ഓഫ് ഗോഡ് അല്ല സഭ. ഷാരോൺ ആണോ സഭ? ഷാരോൺ അല്ല സഭ. ഏതാ സഭ? AG ആണോ? TPM ആണോ? ഏതാ സഭ? ഇതൊന്നും സഭയല്ല. പിന്നെ ഇതൊക്കെ എന്നാ പാസ്റ്ററെ? ഇതൊക്കെ സംഘടനകളാണ്. സഭയ്ക്ക് പ്രസിഡന്റ് ഇല്ല, സഭയ്ക്ക് കമ്മിറ്റി ഇല്ല, സഭയ്ക്ക് കൗൺസിൽ ഇല്ല, സഭയ്ക്ക് സെക്രട്ടറി ഇല്ല, സഭയ്ക്ക് ജോയിൻറ്റ് സെക്രട്ടറി ഇല്ല, സഭയ്ക്ക് ട്രഷറർ ഇല്ല. ഈ പറയുന്ന ഒരു പൊസിഷനിലും ആരും സഭയിലില്ല. സഭയ്ക്ക് ഒറ്റ നേതാവേ ഉള്ളൂ. അദ്ദേഹത്തെ വിളിക്കുന്നവരാണ് തല. ഹല്ലേലൂയ. ആ തലയുടെ പേരാണ് യേശു. സഭയ്ക്ക് ഒരൊറ്റ നേതാവേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സഭയെ വിളിക്കുന്നത് ഏകവും ശ്ലൈഹികവുമായ സത്യസഭ. ഏകവും ശ്ലൈഹികവുമായ സത്യസഭ. ഏകമാണത്, പലതല്ല, ഏകമാണ്. സ്തോത്രം. അപ്പൊ IPC സഭയുടെ ഭാഗമാണ്. ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഭാഗമാണ്, അല്ലാതെ ഏതല്ല, സഭയല്ല. സഭയുടെ ഭാഗം വേറെ, സഭ വേറെ. സഭ ഏകമാണ്. സഭയ്ക്കകത്ത് വരുമ്പോൾ IPCയുടെ ബോർഡില്ല, ചർച്ച് ഓഫ് ഗോഡ് എന്ന ബോർഡില്ല, AG എന്ന ബോർഡില്ല, TPM എന്ന ബോർഡില്ല. ഓ, അവരങ്ങനെ പറയത്തില്ലല്ലയോ? സ്തോത്രം. നമ്മൾ പറയുന്നത് അങ്ങനെ ബോർഡില്ലെന്നാ. ഹല്ലേലൂയ. അവർ പറയുന്നത് അവർ മാത്രമേ ഉള്ളൂ. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞ. അപ്പോൾ സ്തോത്രം, ഈ ബോർഡൊന്നുമില്ല. ഏകമാണ് സഭ, ശ്ലൈഹികമാണ് സഭ. ഈ സഭയ്ക്കകത്ത് ആരാ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് ശംഭു തിന്നുന്നവനുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വാട്ടീസ് അടിക്കുന്നവനുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ, അവർ സഭയിലില്ല. പിന്നെ ഞങ്ങളുടെ കൂടി ഇരിക്കുന്നതോ അവർ സംഘടനയിലാ ഉള്ളത്. മിണ്ടുന്നില്ല. ഈ പാട്ടുകളൊക്കെ എവിടെ ഉണ്ട്? സംഘടനയിലുണ്ട്. എവിടെ ഇല്ല? സഭയിലില്ല. അപ്പൊ സഭയും സംഘടനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ സഭയ്ക്കകത്ത് ആരാ പാസ്റ്ററുള്ളത്? സഭയ്ക്കകത്ത് രണ്ട് ക്വാളിറ്റി ഉള്ളവരാ. ഒന്ന് എഫീസർ 1:1, 2 കൊലോസ്യർ 1:1. എന്താ അവിടെ പറയുന്നത്? എഫെസോസിലെ വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക്. അപ്പൊ സഭയിൽ ആരാ ഉള്ളത്? ഒരുമിച്ച് പറഞ്ഞു. 1 വിശുദ്ധന്മാര്, 2 ക്രിസ്തുയേശുവിൽ വിശ്വാസികൾ. കൊലോസ്യയിലേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ വിശുദ്ധന്മാരും വിശ്വസ്തന്മാരുമായവർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സഭയ്ക്കകത്ത് 2 കൂട്ടരാ ഉള്ളത്. ആര്? അവരാര്? ഒരുമിച്ച് പറ. അവരാര്? വിശുദ്ധന്മാർ, 2 വിശ്വസ്തന്മാർ. ഇവരാണ് എവിടെ ഉള്ളത്? സഭയ്ക്കകത്തുള്ളത്. ബാക്കിയുള്ളവരൊക്കെ, ഈ ഇടപാടൊക്കെ ഉള്ളവരൊക്കെ എവിടെയാ ഉള്ളത്? സംഘടനയ്ക്കകത്തേ ഉള്ളൂ. അവർ ചത്താൽ ഞങ്ങൾ അന്തസ്സായിട്ട് കുഴിച്ചിടും, 90 സങ്കീർത്തനം നീട്ടിപ്പാടും. അവരുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ചെന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യും, പപ്സ് തന്നാൽ കഴിക്കുകയും ചെയ്യും. അത് സംഘടനയുടെ ഭാഗമാണ്. പക്ഷെ സഭയ്ക്കകത്ത് ഇവരാരുമില്ല. ഹലോ, സ്തോത്രം. സംഘടനയിലേക്ക് ആളിനെ ചേർക്കുന്നത് പാസ്റ്ററും കമ്മിറ്റിയും ജനറൽ ബോഡിയും കൂടെ ചേർന്ന. പക്ഷെ സഭയിലേക്ക് ആളിനെ ചേർക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. സഭയുടെ ഉത്തരവാദി കർത്താവാ. ആളിനെ ചേർക്കുന്നതും കർത്താവാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞു വന്നത് സഭയ്ക്കകത്ത് വിശുദ്ധന്മാരേ ഉള്ളൂ. ആ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ പദങ്ങളൊക്കെ അങ്ങ് ഒത്തിരി വ്യാഖ്യാനിച്ചു വരേണ്ടുന്ന പദങ്ങളാണ്. വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഹാഗിയോസ്, ഹാഗിയോസ് അതാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം. ഹാഗിയോസ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റഡ് എന്ന പദമാണ്, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവൻ. ഹാഗിയോസ് എന്ന പദത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു വന്നാൽ പഴയ നിയമത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ വിശുദ്ധ വസ്തുക്കളെ വിശുദ്ധമായി പ്രഖ്യാപിച്ച് ആലയത്തിനുള്ളതായി മാറ്റിവെക്കുന്നത് പോലെ, അത് ദൈവത്തിൻ്റെതായി തീരുന്നത് പോലെ, ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടുന്ന കൂട്ടം. അവതാണ് ഹാഗിയോസ്, വിശുദ്ധന്മാർ. ഹല്ലേലൂയ. അപ്പൊ സഭയ്ക്കകത്ത് വിശുദ്ധന്മാരേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ വിശുദ്ധനായിരിക്കണം. അശുദ്ധിയുള്ള, പാപമുള്ള, മ്ലേച്ഛതയുള്ള, പ്രശ്നമുള്ള ഒരിടത്തും ഒരുത്തനിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുകയില്ല. കേവല വൈകാരികതയുടെ അപ്പുറത്താണ് ദൈവസാന്നിധ്യം. വൈകാരികത എന്ന് പറയുമ്പോൾ ആമേൻ ഈ 2100 ഋതവും ആമേൻ ഈ ഡ്രമ്മിൻ്റെ ആ താളവും മേളവും എല്ലാം കൂടെ ഒക്കെ ഒന്ന് ഒത്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നാടിയെന്നും പാടിയെന്നും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ദൈവസാന്നിധ്യം കൊണ്ടല്ല. ആമേൻ, ഇതൊക്കെ വൈകാരികതയുടെ അനുഭവങ്ങൾ. എന്നാൽ ദൈവസാന്നിധ്യം വരുമ്പോഴും ഇത് സംഭവിക്കാമെന്നേ ഉള്ളൂ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പാപമുള്ള ഒരിടത്തും ദൈവസാന്നിധ്യം ഇറങ്ങി വരത്തില്ല. അതുകൊണ്ടല്ലേ ഈ ഏലിയയുടെ മരുമോള് സ്തോത്രം പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു മരിക്കുകയായിരുന്നു. ഈ എന്താ കാര്യം? ഈ മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി 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 എന്താ പോകാൻ കാര്യം? എന്താ പോകാൻ കാര്യം? ആലയത്തിൻ്റെ പാർശ്വങ്ങളിലെ ഭിത്തികളുടെ മറവിൽ പാപം അങ്ങ് പ്രകടമായപ്പോൾ, പാപം ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങിയില്ല. കാര്യം ദൈവത്തിൻ്റെ ആലയം, കാര്യം ദൈവത്തിൻ്റെ പുരോഹിതൻ, കാര്യം യാഗം ദൈവത്തിൻ്റെ പേരില. പക്ഷേ മഹത്വം കൂടാരത്തെ, ആലയത്തെ വിട്ടങ്ങ് പോയി. അവൾ തിരിച്ചറിഞ്ഞു മഹത്വം ഇസ്രയേലിനെ വിട്ടുപോയി. മനസ്സിലാകുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നിന്റെ അകത്തേക്ക് ദൈവസാന്നിധ്യം കത്തിക്കേറിയാൽ നിന്റെ നേരെ നിൽക്കാൻ ഒരുത്തനെയും ദൈവം അനുവദിക്കുകയല്ല. ഓ ജീസസ്. എന്നാൽ പാപവും അശുദ്ധിയും അധാർമികതയും ആമേൻ അവിടെ കൊടുമ്പിരി കൊണ്ട് നിന്നാൽ അവിടേക്ക് ദൈവമഹത്വം ഇറങ്ങി വരികയല്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അർത്ഥമെന്നെ കേട്ടത് എനിക്കറിഞ്ഞുകൂടാ എത്ര പേർക്ക് ഈ ദൂതിനോട് പ്രതികരിക്കാൻ കഴിയുമെന്ന്. എന്തോ ആമേൻ, എൻ്റെ പ്രിയരെ, ഞാൻ ഹൃദയം തുറന്ന് പറയാം. ഒരു വൈകാരിക ആ ഇളക്കങ്ങൾക്ക് വേണ്ടി ഈ പകലിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ കഴിവുള്ളിടത്തോളം എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. അത് കിട്ടും, ഇത് കിട്ടും. 800 വന്ന നിന്നെ ഇന്നോവ വിടാൻ പോവുകയാണെന്നോ, ചെറിയ വീടുള്ള നിനക്ക് വലിയ വീട് തരാൻ പോവുകയാണെന്നോ, വെയ് രാജാവ് 1 വെച്ചാൽ 2 ഒന്നും പറയുന്നത് എനിക്കറിയത്തില്ല. അതൊന്നും എൻ്റെ ശീലത്തിൻ്റെ ഭാഗമല്ല. വചനത്തെ വചനം കൊണ്ട് പച്ചയ്ക്ക് വ്യാഖ്യാനിക്കുക, വചനത്തിനകത്ത് എന്ത് പറയുന്നു എന്നുള്ളത് മാത്രം പറയുക. ആമേൻ. ഒരു സോപ്പിങ്ങുമല്ല, ഒരു സ്റ്റേജ് ഗിമ്മിക്സുമല്ല, നിങ്ങളെ ഒന്ന് ഇളക്കാനുള്ള വൈകാരിക പ്രകടനങ്ങളുമല്ല. അതിൻ്റെ അപ്പുറത്ത് വചനം പറയുന്നത് പറയുക. എനിക്കറിയാം ഇതിനൊന്നും വലിയ പ്രസക്തിയില്ലെന്ന്, ഇതിനൊന്നും വലിയ വേഗതയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് പകലിൽ ഉറച്ച നിലവിളി, കണ്ണുനീര്, അപേക്ഷ, അഭയാതന നമ്മുടെ അകത്ത് നിന്ന് ഉണ്ടാകണം. ഈ പകലിൽ സ്തോത്രം നമ്മൾ വലിയ ബുദ്ധിജീവിയെ പോലെ ഇരിക്കാതെ ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, എൻ്റെ ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തള്ളിക്കളയാൻ പര്യാപ്തമായ പല പണികൾ ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ നിന്റെ സാന്നിധ്യത്തിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരണം. ഓ ജീസസ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ നിയോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകലിൽ ഇനിയുള്ള സമയങ്ങൾ മിണ്ടാതിരിക്കരുത്. കരുണ കൂടാതെ ആദമിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. കർത്താവേ, ഒരു ചോദ്യം, ഇനി ആരുണ്ടെന്ന് കരുതിയ ഈ ആദമിനെ അങ്ങ് പുറത്താക്കിയത്? ഇനി ഒരു മനുഷ്യനുണ്ടോ? ഇനി ഒരു സൃഷ്ടിപ്പുണ്ടോ? ആരുണ്ടെന്ന് കരുതിയ ഇനി ഈ ആദമിനെ അങ്ങ് നീക്കിക്കളഞ്ഞത്? ഒരു കാര്യം ഞാൻ പറയാം, ആരും ഇല്ലെങ്കിലും അശുദ്ധനെ ദൈവം തൻ്റെ സാന്നിധ്യത്തിനകത്ത് നിർത്തുകയല്ല.
ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു കാര്യം ഞാൻ പറയാം. കൽപ്പലക മേടിച്ചുകൊണ്ട് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ പാപം കൊടുമ്പിരി കൊണ്ട് നിൽക്കുക. സ്തോത്രം. മോശ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു, നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും. എന്നിട്ട് മോശയോട് പറയാം, നിന്നെ ഞാൻ അവരെക്കാൾ വലുപ്പവും ബലവുമുള്ള ഒരു ജാതിയാക്കും. എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത മുഴുവൻ ആളുകളെയും നശിപ്പിക്കും, അഹരോനെ നശിപ്പിക്കും. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്, അഹരോനെ നശിപ്പിക്കും. സ്തോത്രം. പക്ഷെ നിന്നെ, നീ എന്ന ഒറ്റ മനുഷ്യനെ ഞാൻ അവരെക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതിയാക്കും. പ്രിയരെ, ദൈവം അത് പറഞ്ഞാൽ അത് ചെയ്യാൻ അവിടുത്തേക്ക് അറിയാം. ആ കാലത്ത് ഭൂമിയിലുള്ള സകല ആളുകളും വെള്ളത്തിനകത്ത് ചത്തുപോയി, മൊത്തം ചത്തു, സമുദ്രജീവികൾ ഉൾപ്പെടെ ചത്തുപോയി. പക്ഷേ 8 പേര് രക്ഷ പ്രാപിച്ചു. ആ 3 ആമ്പിള്ളാരെ കൊണ്ട് ഇന്ന് കാണുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ എൻ്റെ ദൈവത്തിന് അറിയായിരുന്നു. സ്തോത്രം. 75-ാമത്തെ വയസ്സിൽ മക്കളില്ലാതിരിക്കെ ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. ആ ഒറ്റ ഒരുത്തനെ കൊണ്ട് ഒരു വലിയ ജാതിയെ ദൈവം ഉണ്ടാക്കി. അവിടെ നിന്ന് ഏതാണ്ട് 500-600 വർഷങ്ങൾ കഴിഞ്ഞ് അവൻ്റെ ജനത ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എണ്ണാമേല 20 മുതൽ 40 വരെ പ്രായമുള്ള പുരുഷന്മാരെ മാത്രം എണ്ണിയപ്പോൾ 6 ലക്ഷം യുദ്ധപ്രാപ്തിയുള്ളവർ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിന് താഴോട്ട് എത്രയുണ്ട് അറിഞ്ഞുകൂടാ, അതിന് മുകളിലോട്ട് എത്രയുണ്ട് അറിഞ്ഞുകൂടാ, സ്ത്രീകൾ എത്രയുണ്ട് അറിഞ്ഞുകൂടാ. ആരോടാ പറഞ്ഞേ? ഒരബ്രഹാമിനോട്. ഏത് വയസ്സിൽ? 75-ൽ. എന്താ പറഞ്ഞു? നിന്നെ ഒരു ജാതിയാക്കും. അപ്പൊ ആക്കുമെന്ന് പറഞ്ഞാൽ ആക്കാനുള്ള കപ്പാസിറ്റി ദൈവത്തിനുണ്ട്. അതേ ദൈവം മോശയോട് പറയുക, അവരെ ഞാൻ നശിപ്പിക്കും, പക്ഷെ നിന്നെ ഞാനൊരു ജാതിയാക്കും. എല്ലാവരും ഉണ്ടോ? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഓ ഗ്ലോറി ടു ഗോഡ്. ഷബാന ഹന്തന. അർത്ഥമന്ന കേട്ടതിന് പാപം ചെയ്തവരെ ദൈവം ആദരിക്കുകയല്ല, അവരുടെ മേൽ തൻ്റെ സാന്നിധ്യത്തെ ദൈവം അയക്കുകയല്ല. ആദാമിനെ ദൈവം തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ മാത്രമല്ല, അല്പം കൂടെ കാര്യമായി നമ്മൾ മുന്നോട്ട് പോകുക. ഇസ്രയേൽ അവർ വീണ്ടെടുക്കപ്പെട്ടവരാ. മോശയുടെ പ്രാർത്ഥനയിൽ സ്തോത്രം, അങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കണമെന്ന്. അപ്പം അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? പാപം പ്രബലമായപ്പോൾ മരുഭൂമി യാത്രയിൽ അവർ പഠിച്ചു വന്ന ശീലങ്ങളെ പ്രമാണം കിട്ടിയിട്ടും അവരനുസരിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു, അവരെ മരുഭൂമിയിൽ ഒരുമിച്ച് പറ, മരുഭൂമിയിൽ ഓ ജീസസ്. അപ്പൊ തള്ളും. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. സ്തോത്രം. അത് നിങ്ങൾ അറിയാതിരിക്കരുത്, അവരെ തള്ളിയിട്ടു. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് പേര് ശൗല്. ദൈവത്തിൻ്റെ കരുണയായിരുന്നു അവൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം. മിടുക്കൊന്നുമല്ല, പേടിത്തൊണ്ടനാ. സാമാനങ്ങളുടെ കീഴിൽ പോയി ഒളിച്ചിരുന്നവൻ. അവനെ അവിടുന്ന് വിളിച്ചിറക്കി അവനെ അഭിഷേകം ചെയ്തതാ. നിയമപ്രകാരമല്ല, നിയമത്തിന് വിരോധമായി അഭിഷേകം ചെയ്തതാ. സ്തോത്രം. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. നിയമത്തിന് വിരോധമായി എന്നാ അഭിഷേകമാ പാസ്റ്ററെ ഈ ശൗലിൻ്റെ മേൽ വന്നത്? വചനം അറിയാവുന്നവർക്കറിയാം. രാജ്യത്വം ആർക്കാ? രാജദണ്ഡ് ആരുടെ കയ്യിലാ? മനസ്സിലായി കാണത്തില്ല.
യാക്കോബിൻ്റെ അനുഗ്രഹത്തിൽ രാജ്യത്തുള്ള ഒറ്റ ഗോത്രമേ ഉള്ളൂ, യഹൂദ. രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ അടിയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. അപ്പൊ രാജ്യത്വമുള്ളവൻ ആര്? യഹൂദ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ശൗല, നീ ഏത് ഗോത്രക്കാരനാ? ബെന്യാമീൻ ഗോത്രക്കാരൻ. ഇവിടെ യഹൂദ ഗോത്രത്തിന് കിട്ടേണ്ട രാജ്യത്വം ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ശൗല നിനക്കങ്ങനെ വന്നു. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാ. മേൻ പ്രിയരെ, എൻ്റെ ഹൃദയത്തെ കത്തിച്ച സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. സ്തോത്രം. ഈ ലോത്തിനും കുടുംബത്തിനും ദൈവം നൽകിയ ശാപങ്ങളിൽ ഒന്ന്, സ്തോത്രം, 10ാം തലമുറ വരെ എൻ്റെ സന്നിധി കയറിയേക്കരുതെന്ന. 10ാം തലമുറ വരെ എൻ്റെ സന്നിധിയിൽ കയറിയേക്കരുത്. ലോത്തിന് സംഭവിച്ച അതേ പിഴവ് സംഭവിച്ച ആളാണ് യഹൂദ. മനസ്സിലായില്ല? രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയപ്പോൾ വഴിയിൽ ആട്ടിൻകുട്ടി, ചരട്. ലോത്തിന് എന്ത് സംഭവിച്ചോ അതാർക്ക് സംഭവിച്ചു? യഹൂദയ്ക്ക് സംഭവിച്ചു. തലമുറകളെ എണ്ണി വരുമ്പോൾ ശൗലിൻ്റെ കാലഘട്ടത്തിൽ രാജാവാകുമ്പോൾ യഹൂദയുടെ 9ാമത്തെ തലമുറയാണ് വന്ന് നിൽക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് തൻ്റെ നിയമത്തെ മാറ്റാൻ പറ്റുകയില്ല. ദൈവം നീതിയുള്ളവനാ. 9ാമത്തെ തലമുറയിൽ ഈ ശാപം മാറുകയല്ല. 10ാം തലമുറ അവിടെയേ ഇതിന് മാറ്റമുള്ളൂ. ആമേൻ. ദാവീദ് 10ാം തലമുറയാണ്. ബൈബിൾ വായിരേ. ഇവിടെ രാജ്യത്വം യഹൂദക്കുള്ളതാ. പക്ഷേ അവന് പറ്റിയ പരാജയം നിന്നെ രാജാവാക്കാൻ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു തള്ളയുടെ കരച്ചിലുണ്ടായതാ, വെറുതെ ഉണ്ടായതല്ല. യഹൂദ ഗോത്രത്തിന്റെ പരാജയം മാറ്റിയാൽ ബാക്കി ഇത്രയും ഗോത്രങ്ങളുണ്ട്. എന്നിട്ടെന്ത് ബെന്യാമീൻ ഗോത്രത്തിന് ഈ രാജ്യത്തും കിട്ടുന്നത്? അതൊരു തള്ളയുടെ കരച്ചിലാ. മേൻ റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. സ്തോത്രം. മരിക്കാൻ നേരത്ത് മക്കളെ ചൊല്ലി കരഞ്ഞപ്പോ ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന് ഹൃദയം പൊട്ടി നിലവിളിച്ചപ്പോ ദൈവം അവളോട് പറഞ്ഞു, ഒരു ദൂത, ആമേൻ, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. കരഞ്ഞ ഒരമ്മയുടെ കരച്ചിൽ 10ാം തലമുറ വന്നപ്പോഴേക്കും ദൈവം ഓർത്തു. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണെങ്കിലും ആ കണ്ണുനീര് നിയമത്തിന് വിരോധമായി ആ കുടുംബത്തിൽ ഒരു രാജാവിനെ ആമേൻ ഉണ്ടാക്കാൻ കാരണമായി. ഹല്ലേലൂയ. ഞാൻ ആ കണക്ഷൻ പറയാം. പോകാൻ നേരത്ത് മോനെ ഇതിങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ വലിയ സൗണ്ടായിട്ട് വരാം. വേറൊരു കേബിൾ തന്നാൽ കുഴപ്പമില്ല. ഈ പോകാൻ നേരത്ത് അഭിഷേകമൊക്കെ ചെയ്ത് ഇവൻ പോകാൻ നേരത്ത് കണക്ഷൻ പറയാം. ബേസ് കുറച്ച് ഹൈ കൂട്ട്. പോകാൻ നേരത്ത് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. റാഹേലിൻ്റെ കല്ലറയ്ക്കൽ കൂടെ പോകണം. എന്നോടൊപ്പം ഉണ്ടോ? പോകുമ്പോൾ എതിരെ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നീ ഓർത്തണം, നിന്റെ അമ്മ നിന്റെ അപ്പച്ചനെ പ്രസവിച്ചപ്പോൾ കരഞ്ഞ ഒരു കരച്ചിൽ നിമിത്തമാണ് നീ രാജാവാകുന്നത്. നീ അതിനെ കൂടെ പോകുമ്പോൾ ഒന്ന് ഓർത്തോണം, ഒന്ന് സ്വോത്രം ചെയ്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഓ ജീസസ്. നിങ്ങളിങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് എനിക്കൊരു ആശ്ചര്യമായിട്ട് അങ്ങ് തോന്നുക. ഹല്ലേലൂയ, സ്തോത്രം. അത് ശരിക്കും ഹൃദയത്തിൽ വീണാൽ നിങ്ങൾക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അമ്മേൻ ശാന്തന രഗതമനഘടകഥന. നീ ഒഴുക്കുന്ന കണ്ണുനീർ നിന്റെ കുലത്തിലും കുടുംബത്തിലും ആർക്കും
ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത ദൈവിക നന്മകളുടെ കലവറകൾ നിന്റെ തലമുറയുടെ മേൽ വരാൻ മുഖാന്തരമായി മാറുമെന്ന് ഈ പകല് തിരിച്ചറിയണം. രക്തം ജയം, രക്തം ജയം, സ്തോത്രം. ഇങ്ങനെ കിട്ടിയത് അവൻ്റെ അഭിഷേകം. പക്ഷേ ചില നാളുകളുടെ ഭരണം അവനിൽ വരുത്തിയ അഹങ്കാരം. ഞാൻ വന്നിട്ടല്ലാതെ യാഗം കഴിക്കരുത്, ഞാൻ വന്നിട്ടല്ലാതെ ഭക്ഷണം കഴിക്കരുതെന്ന് പ്രവചനം പറഞ്ഞു വിട്ട പ്രവാചകൻ വരുന്നതിന് മുൻപ് ജനം തന്നിൽ നിന്ന് ചിതറുമെന്ന് തിരിച്ചറിഞ്ഞവൻ ഭക്ഷണത്തിനിരുന്ന് കഴിഞ്ഞപ്പോൾ ദേ പ്രവാചകൻ വരികയാണ്. യാഗം കഴിച്ചു ഭക്ഷണത്തിനിരുന്നപ്പോൾ പ്രവാചകൻ വരികയാണ്. ആമേൻ. നീ ചെയ്തത് ഭോഷത്തരമാകുന്നു. പ്രവാചകൻ പറയും, നീ അല്പം കൂടെ നിൽക്കേണ്ടതായിരുന്നു. ഒന്നുകൂടെ, നീ അല്പം കൂടെ നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ നിന്റെ രാജ്യത്വം എന്നേക്കും നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രവാചകൻ ദൂത് പറഞ്ഞു പോയപ്പോൾ നെടുമ്പാട് വീണവൻ പ്രവാചകന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. പ്രവാചകന്റെ വസ്ത്രം കീറിപ്പോയി. പ്രവാചകൻ അവനോട് ദൂത് പറഞ്ഞു, നിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് ഇതുപോലെ കീറിപ്പോയിരിക്കുന്നു. ഓ ജീസസ്. എടാ, നിയമപ്രകാരം കിട്ടിയ രാജ്യത്വമല്ല നിനക്ക്, എങ്കിലും ഒരുത്തനിൽ വ്യാപരിച്ച അവിശ്വസ്തത ആമേൻ നിന്റെ മേൽ ഈ രാജകീയ അഭിഷേകം വീഴാൻ കാരണമായി. എന്നാൽ നിന്നിൽ വെളിപ്പെട്ട അവിശ്വസ്തത പോകേണ്ടവനിലേക്ക് രാജ്യത്വം മാറാൻ കാരണമായി മാറുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കിതാണ്, എന്നാൽ നിന്റെ രാജ്യത്വം എന്നേക്കും. ഉയ്യോ, എന്നാ പദവാ! ഇവൻ വിശ്വസ്തനായിരുന്നെങ്കിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുള എന്ന് പറയേണ്ടതിന് പകരം ഏതായിരുന്നു പറയണ്ടേ? കീശിന്റെ കുറ്റിയിൽ നിന്ന്. ഇശായിയുടെ വേരും കൊമ്പും എന്ന് പറഞ്ഞിടത്ത് ഏത് പറയണമായിരുന്നു? കീശിന്റെ വേരും കൊമ്പും. ജീസസ്. പക്ഷേ അവനിൽ വ്യാപരിച്ച അനുസരണക്കേട്. ജീസസ്. ഞാനിത് ന്യൂ ടെസ്റ്റ്മെൻ്റ് ആസ്പെക്റ്റിൽ കൊണ്ടുവരാം കേട്ടോ. ആമേൻ. ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പറഞ്ഞ് അങ്ങനെ വിടുകയല്ല. ചിലർ പറയും, പാസ്റ്റർ ഇത് കൃപായുഗമല്ലേ, ഇത് രക്ഷയല്ലേ, ഇത് സഭായുഗമല്ലേ, ഇത് പഴയ നിയമമല്ലേ? സ്തോത്രം. ഞാൻ അതിലേക്ക് കൊണ്ടുവരാം, ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. സ്തോത്രം. പക്ഷെ ഇപ്പോഴോ അത് പോയി. ഉയ്യോ, എന്നാ വരവ് വരേണ്ടതാ. അപ്പൊ സന്നിധിയിൽ നിന്ന് നീക്കുവോ പാസ്റ്ററെ? നീക്കും. അതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ പഴയ നിയമത്തിൽ പാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ഈ യോനാഥാൻ. ഒരു പരാജയം ചൂണ്ടിക്കാണിക്കാനില്ലാത്തൊരു പെർഫെക്റ്റ് ക്യാരക്ടറാണ്. പക്ഷേ ഒരൊറ്റ വാഗ്ദത്തം ഈ യോനാഥാനെ സംബന്ധിച്ചുണ്ടോ? ഉണ്ടോ? നിന്റെ സന്തതി ശൗലൻ, നിന്റെ സന്തതി ഉണ്ടോ? അപ്പം ചത്ത കൂട്ടത്തിൽ യോനാഥാനും ചത്തു. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു മെഫീബോശേത്ത്. ശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഒരു ഗുണവും ഇല്ല. രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാം. അപ്പൻ്റെ പരാജയം. സ്തോത്രം. അപ്പൊ സന്നിധിയിൽ നിന്ന് നീക്കുവോ? നീക്കും. ഇങ്ങനെ ആരുടെ എല്ലാം കാര്യങ്ങൾ പറയണം. ഇനി നേരെ ഇങ്ങ് പുതിയ നിയമത്തിലോട്ട് വാ. പഴയ നിയമം എല്ലാം വിടുക, പുതിയ നിയമത്തിലോട്ട് വാ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം. ഭയങ്കര ഉണർവ്. ആ ഉണർവിൽ ജനം കൂടിയിരുന്ന ആ കെട്ടിടം തന്നെ കുലുങ്ങുക. ഹല്ലേലൂയ. ഭയങ്കര കുലുക്കം. കുലുങ്ങിയിടത്തിരുന്ന് 2 പുള്ളികൾ കുലുങ്ങുന്നുണ്ട്. ആരാ? അനന്യാസും സബീറയും. നമ്മളിവിടെ ഇരുന്ന് കുലുങ്ങാറുണ്ട്. എന്നാൽ ഈ കെട്ടിടം മൊത്തത്തിൽ കിടന്ന് കുലുങ്ങുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുലുങ്ങിയ കെട്ടിടത്തിനകത്ത് നമ്മൾ കുലുങ്ങിയ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കുലുങ്ങിയവരാണ് അനന്യാസ് സബീറ. പക്ഷേ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ പിശാച് അവരുടെ ഹൃദയത്തെ കൈവശമാക്കി. അവർ പാപം ചെയ്തു. പാതിയെടുത്ത് വീട്ടിൽ വെച്ചു. പാതി കൊണ്ടുവന്ന് വ്യാജം കാണിച്ച്
അപ്പോസ്തലന്റെ കൊടുത്തു. ഇത്രയ്ക്കാ വിറ്റത്. സ്തോത്രം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചേട്ടൻ വീണ് ചത്തു. സ്തോത്രം പറഞ്ഞ് കൂടാരത്തിലേക്ക് ഒന്നും അറിയാതെ ആലയത്തിലേക്ക് കയറി വന്ന ചേച്ചിയും വീണ് ചത്തു. നീക്കുവോ? നീക്കും. കുലുങ്ങിയതല്ലയോ? അതെ. ഇപ്പൊ എന്താ പറ്റിയ? ചത്തുപോയി. സ്തോത്രം. അപ്പൊ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നീക്കം വരുമോ? വരും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് പ്രിയനെ, നമുക്ക് ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് കിട്ടാനാ? നമുക്ക് എന്ത് കിട്ടാനാ ഉള്ളത്? ഹല്ലേലൂയ. യൂദയ്ക്ക് എന്ത് കിട്ടി? യൂദയ്ക്ക് എന്ത് പോയി? യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. പക്ഷെ എന്താ യൂദ നിനക്ക് പോയത്? സ്തോത്രം. ഉലക ചരിത്രത്തിൽ 12 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 12 സിംഹാസനമുണ്ട്. വേറെ ആർക്കും ഇല്ല. മാനവകുലത്തിൽ വേറെ ആർക്കും ഇല്ല. അതിൽ 1, 2, 3, 4, 5, 6, 7 12ാമത്തെ സിംഹാസനത്തിൽ ഒരു പേരെഴുതി വെച്ചേക്കേണ്ടതാ യൂദ. പലർക്കും മനസ്സിലായി കാണത്തില്ല. കർത്താവ് ഒലിവുമലയിൽ പാദം ചവിട്ടി കഴിയുമ്പോൾ ഇസ്രായേൽ ഗോത്രത്തെ 12നെ ന്യായം വിധിക്കാൻ 12 അപ്പോസ്തലന്മാരായിരിക്കുന്നത്. ആ 12 അപ്പോസ്തലന്മാരിരിക്കുന്ന സിംഹാസനങ്ങളിൽ 12ാമത്തെ സിംഹാസനം ഇവൻ്റെ സിംഹാസനമായിരുന്നു. നിനക്ക് എന്ത് കിട്ടി? 30 വെള്ളിക്കാശ് കിട്ടി. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? പാലക്കാട് പരിപ്പോടയുണ്ടോ? പരിപ്പോട ഉണ്ട്. പരിപ്പോട എന്ന് പറഞ്ഞാൽ അറിയത്തില്ലയോ? യൂദേ, നിനക്ക് 30 വെള്ളിക്കാശ് കൊണ്ട് ഒരു പരിപ്പോട മേടിക്കാൻ പറ്റിയോ? ഉണ്ടമ്പരി ഉണ്ടോ? ബോണ്ട എന്താ പേരെന്തുവാ? ബോണ്ട തന്നെ. നിനക്കൊരു ബോണ്ട തിന്നാൻ പറ്റിയോ? ഒരു ബോണ്ട തിന്നാൻ പറ്റിയോ? ഇല്ലല്ലോ. നിനക്ക് ഈ 30 വെള്ളിക്കാശ് കൊണ്ട് ഒരു സോഡ നാരങ്ങ കുടിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. പക്ഷെ എന്തു പോയി? സിംഹാസനം പോയി. സ്തോത്രം. ഈ പകല് ഞാൻ പറയുന്നത്, നിങ്ങൾ മാലം കമ്മലും ഊരി ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളം ഇട്ടതൊന്നും അല്ല വലിയ കാര്യം. അതൊക്കെ വേണ്ട പാസ്റ്റർ. വേണം. ഹല്ലേലൂയ. വെള്ളക്കകത്താണ് വിശുദ്ധി? അല്ല. പക്ഷെ വെള്ള പ്രസക്തമാണ്. അതിനങ്ങനെ പറയുന്നേ. ജയിക്കുന്നവന് പച്ചയുടുപ്പ് കൊടുക്കുമെന്നല്ല ബൈബിൾ പറയുന്നത്. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ഒരുക്കും. അപ്പോൾ വെള്ളയോട് വലിയ അലർജി ഉള്ളവനൊക്കെ അവിടെ കാണും ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഇട്ടവൻ്റെ ബോധക്കേട് വരും. അതുകൊണ്ട് ഇതിനോട് വലിയ അലർജി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് വെള്ളം ഇട്ടത് കൊണ്ട് ഒരുത്തം വിശുദ്ധനാകത്തൊന്നുമില്ല. ദൈവസാന്നിധ്യം തുടരാനൊന്നും പറ്റത്തില്ല. പക്ഷേ അത് പ്രസക്തമാണ്. ഇതിട്ടത് കൊണ്ട് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ അതിൻ്റെ പേരിൽ ഇരിക്കത്തൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുക. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഇത്രയും വമ്പൻ പുള്ളികളെ വലിച്ചെറിഞ്ഞ ദൈവം നമ്മളെ വലിച്ചെറിയും. ഒരു സംശയമില്ല. ഓ ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവസാന്നിധ്യത്തിൽ ഒരു സഭയിൽ പോകുന്നതല്ല, ഒരു ബാഹ്യ ആവരണം ധരിക്കുന്നതല്ല, ഒരു വേഷം ധരിക്കുന്നതല്ല. ദൈവസാന്നിധ്യമാണ് ഏറ്റവും വലിയ കാര്യം. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ദൈവസാന്നിധ്യമാണ് വലിയ കാര്യം. ചൂടാബാരാമന ഹതനാദരാദല അടകൽ ഖമന ഘടകദന റഗദൽ ജനാദന അർത്ഥമന്ന ഘടകദന റഗദൽ ജനാദന. ആമേൻ. അതിന് തുടരാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവസാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പാപം അതിനകത്തേക്ക് പ്രവേശിച്ചാൽ, അധാർമികത പ്രവേശിച്ചാൽ, മ്ലേച്ഛത പ്രവേശിച്ചാൽ ദൈവസാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. തമിഴ്നാടിൻ്റെ അങ്ങേയറ്റത്ത് മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് ലാസർ ഉപദേശി എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 1-2 വർഷങ്ങളായി. അവരുടെ ഒരു വലിയ ചർച്ചാണ്. ആ ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ഞാൻ പോയി. അന്ന് ലാസർ ഉപദേശിക്ക് 89 വയസ്സുണ്ട്. 12ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ മുറി കയറിയാൽ തന്നെ സവിശേഷതയുണ്ട്. 1ാം രാത്രി കഴിഞ്ഞു, 2ാമത്തെ പകൽ കഴിഞ്ഞു. പകലിന് ശേഷം എനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നു. ഞാൻ ആ മുറിയിലേക്ക് ചെന്ന് കയറിയപ്പോൾ വലിയൊരു സംവിധാനമാണ്. പക്ഷേ അദ്ദേഹം തറയിലിരിക്കുക. തടി കൊണ്ട് ഇങ്ങനെ ശരീരം ഉയർത്തി വെക്കാൻ കഴിയുന്ന ഒരു ഭാഗം ഇങ്ങനെ പണിതിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു തഴപ്പാ കയറ്റിയിട്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തറയിലിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ
ചേറയിലിരുന്നാട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഇരുന്നോളാം. അദ്ദേഹനോട് പറഞ്ഞു, മോനെ, ഇത്രയും ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. രാത്രി മുഴുവൻ ഞാൻ ഇതിനകത്ത് കിടന്ന് കരയും. ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നല്ലോ എന്നുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, മോനെ, മനുഷ്യൻ പറയുന്ന ഒരു വാക്കുകൊണ്ട് ദൈവ സാന്നിധ്യം അവനിൽ നിന്ന് നഷ്ടപ്പെടും. ആരും അത് തിരിച്ചറിയുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പദത്തെ വേദവാക്യമായിട്ട് കാണുകയല്ല, പക്ഷേ അതിന് സമാനമായ വചനം ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. യോനയുടെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോന പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു, എങ്കിലും ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. യോനയെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നിനക്ക് നീക്കം വന്നതിന് കാരണമെന്താ? ഒറ്റ കാരണമാ, യോനയിൽ സംഭവിച്ച ഒരനുസരണക്കേട്. ഹല്ലേലൂയ. യോനയുടെ പാപങ്ങൾ എത്ര? ഒറ്റ പാപം. എന്താ അതിൻ്റെ പേര്? ഒരനുസരണക്കേട്. എന്താ പറ്റിയത്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഒരനുസരണക്കേട് പറ്റിയവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നെങ്കിൽ 10,000-കണക്കിന് അനുസരണക്കേട് പലരും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് നമ്മൾ കൂടി വരുന്നിടത്ത് ഭയങ്കര സാന്നിധ്യമാണെന്നാണ് പറയുന്നത്. അപ്പം യോനയൊക്കെ അനുഭവിച്ച സാന്നിധ്യമല്ല നമ്മൾ അനുഭവിക്കുന്നത്. അതാ മിണ്ടുന്നില്ല. യോന അനുഭവിച്ച സാന്നിധ്യമല്ല നമ്മൾ അനുഭവിക്കുന്നത്. യോന പറഞ്ഞു, ഒരനുസരണക്കേട് കാട്ടിയപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് ദൈവം മാറ്റി, യോനെ മാറ്റി. സ്തോത്രം. നമ്മൾ 10,000-കണക്കിന് അനുസരണക്കേടും 10,000-കണക്കിന് പ്രശ്നങ്ങൾ കാണിച്ചിട്ട് നമ്മൾ സഭയിലോട്ട് വന്നിരുന്ന് കീബോർഡിൻ്റെ ഋതത്തിൻ്റെ ടെമ്പോ 118, 120, 125, 130, 145, 150, 160, 65 വരെയൊക്കെ അങ്ങ് കയറും. അപ്പോഴത്തേന് കയ്യടി ഒരു സ്പ്രിങ് പോലെയൊക്കെ ആകും. നമ്മളങ്ങ് നിന്ന് തകർക്കുക. 10,000-കണക്കിന് അനുസരണക്കേട് കാണിച്ചിട്ടാ നമ്മൾ പറഞ്ഞു ഭയങ്കര സാന്നിധ്യമായിരുന്നു. ഇങ്ങനെ വെളിപ്പെടുന്ന സാന്നിധ്യത്തെ എനിക്കറിയത്തില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരനുസരണക്കേട് കാണിച്ചവൻ ദൈവദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോയി. സ്തോത്രം. നമ്മുടെ സവിശേഷത നമ്മുടെ എന്തെങ്കിലും എബിലിറ്റി അല്ല, അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പാപം പെരുകയല്ല, സാന്നിധ്യം തുടരുകയല്ല. എപ്പോഴും സമയം ഒന്നാണ്. ഷാരാബാന ഹന്തല. ആമേൻ. വേഗം കൺകുളിക്കുക. സ്തോത്രം. ദൈവ സാന്നിധ്യം തുടരുകയല്ല. ഇന്ന് പകലിൽ സ്തോത്രം ഒന്ന് ഏറ്റുപറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ മോശ പറഞ്ഞൊരു പദമുണ്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. മോശേ, നീ അങ്ങോട്ട് കയറിയാൽ നീ വെട്ടാത്ത കിണർ അവിടെ ഇല്ലേ? നീ നട്ടിട്ടില്ലാത്ത തോട്ടം അവിടെയില്ലേ? നീ പണിയാത്ത വീട് അവിടെ ഇല്ലേ? അതല്ലേ മോശെ കുറച്ചുകൂടെ നല്ലത്? വെട്ടിക്കുഴിക്കാത്ത കിണറും, ആമേൻ, നീ കെട്ടി ഉയർത്താത്ത, നിന്റെ അധ്വാനമില്ലാത്ത വീടും, നീ നട്ടുപിടിപ്പിക്കാത്ത തോട്ടവും അവിടെ ബലസമൃദ്ധിയോടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ആമേൻ, അതല്ലേ നിനക്ക് കുറച്ചുകൂടെ നല്ലത്? മോശ പറയുന്ന അതല്ല എനിക്ക് നല്ലത്. എനിക്ക് നല്ലത് ഈ ദൈവ സാന്നിധ്യ. വാഗ്ദത്തത്തിന്റെ സമൃദ്ധി ഇല്ലെങ്കിലും, മരുഭൂമിയുടെ ചൂടാണെങ്കിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ജീസസ്. ദൈവ സാന്നിധ്യത്തിന്റെ സവിശേഷതയെ അനുഭവിക്കുന്നവന് ഇന്ന് പകലും മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവൻ ആത്മാവിൽ പ്രതികരിക്കും, അവൻ നിലവിളിക്കും, അവൻ കരയും, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുവെന്നൊക്കെ വരും. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുവെന്ന് വരും, അവൻ പ്രാർത്ഥിച്ചുവെന്ന് വരും. കാരണം ദൈവ സാന്നിധ്യത്തെ വിലമതിക്കുന്നത് പോലെ അവൻ വേറെ ഒന്നിനെയും വിലമതിക്കുന്നില്ല. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവനുണ്ടോ? ആത്മാവിൽ ഒന്ന് കരയാൻ കഴിവുള്ളവനുണ്ടോ? ജെരമ്യാവ് പറയുന്നത് പോലെ തലയിൽ വെള്ളവും കണ്ണിൽ കണ്ണുനീരും. കർത്താവിനോട് പറ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുതെന്ന്. ജീസസ്. നമ്മുടെ സവിശേഷത വിദ്യാഭ്യാസമല്ല, നമ്മുടെ സവിശേഷത പഠനത്തിന്റെ മേന്മയല്ല, നമ്മുടെ സവിശേഷത സമ്പത്തിന്റെ ബാഹുല്യമല്ല, നമ്മുടെ സവിശേഷത ആമേൻ ഏതെങ്കിലും എബിലിറ്റി അല്ല, നമ്മുടെ സവിശേഷത കുടുംബത്തിന്റെ പേരല്ല, നമ്മുടെ സവിശേഷത ദൈവസാന്നിധ്യമായിരിക്കട്ടെ.
ജീസസ്. മോശ, നിങ്ങളങ്ങനെ പറയാനുള്ള കാരണം എന്താ? മോശയുടെ മുന്നിൽ മുൾപ്പടർപ്പ് കത്തുക, പക്ഷെ വെന്തു പോകുന്നില്ല. സൂപ്പർ നാച്ചുറൽ മിറക്കിളാ. കയ്യിലിരുന്ന വടിയെടുത്ത് താഴെ ഇട്ടു, അത് പാമ്പായി. വീണ്ടും അതിൻ്റെ വാലി പിടിച്ചു, അത് വടിയായി. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. ആമേൻ. വമ്പൻ സംഭവം അവിടെ നടക്കുന്നത്. മോശ അപ്പോഴും പറയുന്നത്, കർത്താവ് ഇതൊന്നും അല്ല എൻ്റെ വിഷയം, എൻ്റെ വിഷയം തടിച്ച നാവാ. ഇതിൻ്റെ കെട്ടൊന്ന് പൊട്ടിയാൽ മതി. ഇതിൻ്റെ കെട്ട് തീ കത്തിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ കെട്ടൊന്ന് പൊട്ടിക്കോട്ടെ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കെട്ട് പൊട്ടിക്കുകയല്ല, പക്ഷെ നിന്നോടുകൂടെ ഞാൻ ഇരിക്കാം. ഓ ജീസസ്. നിന്റെ നാക്ക് വിക്കുള്ള നാക്കാ. അതുകൊണ്ട് നിനക്ക് ഭാഷയുടെ ഒഴുക്കിൽ അഹങ്കരിക്കാൻ പറ്റുകയില്ല. ഞാൻ ഇച്ചിരി സാഹിത്യമൊക്കെ പറഞ്ഞത് കൊണ്ടാ വെള്ളം രക്തമായത്. നോ, നീ വിക്കി വിക്കി പറയുക. കർത്താവ് പറഞ്ഞു, അത് പറഞ്ഞു, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ ഇറങ്ങി നിൽക്കും. നീ വെള്ളം രക്തമാകാൻ വടി നീട്ടിയാൽ വെള്ളം രക്തമാകും. നീ വെണ്ണീർ വാരി മുകളിലോട്ടിടിഞ്ഞാൽ അത് പേനാകും. ഓ ജീസസ്. ഷാരാബാര ഹന്തല ഷന്തൽ ജനാദന റഗതമന ഘടകഥന അർത്ഥമന ഘടകഥന റഗതൽ ജനാദന. ഇത്രോവിൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവൻ ഇപ്പോൾ അത്ഭുതം ചെയ്യുന്നവനായി മാറിയെങ്കിൽ, മരുഭൂമിയിൽ നിന്ന് കിട്ടിയ മാജിക്കിൻ്റെ പ്രാക്ടീസും മിസ്രൈമിൽ നിന്ന് കിട്ടിയ അവിടുത്തെ മന്ത്രവിദ്യകളുടെ പ്രാക്ടീസുമല്ല, അവനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ പഴയ വിക്കനാ കർത്താവ്, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ പഴയ ആട്ടിടയന്. ഇന്ന് പകലിൽ അഭിഷക്തനെ ഞാൻ നിന്നെ നോക്കി പ്രവചിച്ചു പറയാ, നിന്റെ മിടുക്കല്ല, അത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന സാന്നിധ്യമാണ്. ഇന്ന് പകലിൽ ആത്മാവിൽ പറ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ അയക്കണത്. ദാവീദ് പറഞ്ഞു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എറിയല്ലേ അപ്പാ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിയരുതേ, അതിനകത്ത് തന്നെ എന്നെ ഇരുത്തണേ, അതിനകത്ത് തന്നെ എന്നെ ഇരുത്തണേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ കട്ടി കുറഞ്ഞോ? ആ പുതപ്പ് നിങ്ങളിൽ നിന്ന് മാറിയതായി നിങ്ങൾക്ക് തോന്നുന്നുവോ? ഈ പകല് ദൈവത്തോട് പറ, ഇല്ലപ്പാ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എന്നോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഇരിക്കണേ. എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് എറിഞ്ഞു കളയരുതേ. ഉടകമന ഘടകതല റഗതൽ ജനാദന. ഇന്ന് പകലിൽ ഇത് സോണൽ മീറ്റിംഗ്, അതുകൊണ്ട് എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. നോ, അങ്ങനെ ഇരിക്കരുത്. നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞത്, വരേണ്ടവരെല്ലാം വന്നിട്ടുണ്ട്, വന്നവരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എറിയരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച വ്യാപരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ ചരിത്രങ്ങളെ തിരുത്തി കുറിക്കപ്പെടും. പലർക്കും ചെയ്യാൻ കഴിയാത്തത് അവന് ചെയ്യാൻ കഴിയും, പലർക്കും കയറാൻ കഴിയാത്തയിടത്ത് അവന് കയറാൻ കഴിയും. നിന്നെ തടയാൻ ഒരുത്തനും കഴിയത്തില്ല, നിന്നെ ഒതുക്കാൻ ഒരുത്തനും കഴിയത്തില്ല, നിന്നെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഇതിൽ നിന്ന് കുറവ് സംഭവിക്കാതിരിക്കാൻ. ഓ ജൂഡാബാരാബാല ഹന്തരാജലാദന. പ്രാർത്ഥിക്കുക. നിർത്തരുത്. പ്രാർത്ഥനകൾ ഉയരട്ടെ. പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററെ കാണിക്കാനല്ല, നമ്മുടെ മേഖലാ പ്രസിഡന്റിനെ കാണിക്കാനല്ല, സെൻട്രൽ പാസ്റ്ററെ കാണിക്കാനല്ല, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുക. F major. Oh Jesus. നിൻ സാന്നിധ്യം
മതി ഞങ്ങൾക്ക് നിൻ കൃപകൾ, മതി ഞങ്ങൾക്ക് നിൻ പൊന്മുഖം ഞാൻ മുത്തിയിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പഠിക്കേ. ഹല്ലേലൂയ, പഠിക്കേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കണ്ണുകളെ അടച്ചേ, ദയവായി കണ്ണുകളെ അടച്ചാട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന ആരും അലക്ഷ്യമാകരുത്, മൗനമാകരുത്. ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ദൈവസന്നിധിയിൽ കരയണമോ കരയുക, ദൈവസന്നിധിയിൽ നിലവിളിക്കണമോ നിലവിളിക്കുക. ഓ ഏറ്റുപറയണമോ ഏറ്റുപറയുക. ഈ പകല് കർത്താവിനോട് പറ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിന്നെ എറിയരുതപ്പ. നിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം എനിക്ക് ഉണ്ടാകരുത്. പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആരും കണ്ണുകൾ തുറന്നു നിൽക്കരുത്. പ്രാർത്ഥിക്കുക. കുഞ്ഞെ, ഇത് പാസ്റ്ററെ കാണിക്കാൻ വേണ്ടിയല്ല, ദൈവവുമായിട്ടുള്ള നിന്റെ കൃത്യമായ ഇടപെടലുകൾ ഈ പകലിൽ പുറത്തു വരട്ടെ. രാജാന ഹന്തര മനാദന അർത്ഥമനഘടകത ോരാശ്രയം ഭൂവിൽ. ഒരുമിച്ച് പഠിക്കാൻ. യേശുവല്ല, എല്ലാവരും ചേർന്ന് പാടിക്കോ. ഒരിക്കൽ കൂടി പാടിക്കേ. രക്ഷക, രക്ഷകനും ദൈവമേ നീയല്ലാതെ. ഓ എന്റെ യേശു, ഒരിക്കൽ കൂടി പഠിക്കേ. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാതെ, രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാതെ, രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാതെ കർത്താവിനോടൊന്ന് പറ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളരുതേ, എന്നെ നിർത്തണേ, എന്നെ നിർത്തണേ, എന്നെ നിർത്തണമേ. മൗനമാകരുത്, മൗനമാകരുത്. എന്നെ നിർത്തണമേ എന്ന് കർത്താവിനോട് പറ. എന്നെ നിർത്തണമേ എന്ന് കർത്താവിനോട് പറ. എന്നെ നിർത്തണമേ എന്ന് കർത്താവിനോട് പറ. ഓ ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. കർത്താവിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. ദൈവശക്തി അതിന്റെ തീവ്രതയിലൂടെ ഇറങ്ങി വരട്ടെ. അപ്പാ, അങ്ങ് മറന്ന് ജീവിക്കാൻ, നിന്റെ സാന്നിധ്യം ഇല്ലാത്തവരാ ജീവിപ്പാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. അനുവദിക്കരുതേ. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങളെ എറിഞ്ഞു കളയരുതേ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എറിഞ്ഞു കളയരുതേ. പലരും ഞങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് വേദപുസ്തക ചരിത്രത്തിലുണ്ടപ്പാ. ഞങ്ങളെ അവിടുന്ന് നിർത്തണമേ. വേറൊന്നും ചോദിക്കുന്നില്ല. വെള്ളി ചോദിക്കുന്നില്ല, പൊന്ന് ചോദിക്കുന്നില്ല, മണ്ണ് ചോദിക്കുന്നില്ല, വീട് ചോദിക്കുന്നില്ല, കാർ ചോദിക്കുന്നില്ല. നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇനി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ എടുത്ത് എറിഞ്ഞു കളയരുത് എന്ന് നാഥാൻ പ്രവാചകൻ്റെ ആലോചന തനിക്ക് ലഭിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ആലോചന നാഥാൻ പ്രവാചകനുള്ളിൽ തനിക്ക് ലഭിച്ചപ്പോൾ, എന്നെ എറിഞ്ഞു കളയരുത് എന്ന് ദൈവസന്നിധിയിൽ ഉരുവിട്ട് കരയുന്നതായ ദാവീദിനെ ദൈവത്തിൻ്റെ ദാസനെ കൊടുന്ന പകൽക്കാലം കേൾപ്പാനായിട്ട് സാധിച്ചു. ഈ 2017